ചൈന നിങ്ങളെ കടക്കെണിയിൽപ്പെടുത്തും. അതുകൊണ്ട് ചൈനയിൽ നിന്നൊരിക്കലും നിങ്ങൾ കടം മേടിക്കരുത്. ഡെറ്റ് ട്രാപ്പാണ് ചൈനയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. ചൈനയിൽ നിന്ന് കടം വാങ്ങുന്നതിനെതിരെ അമേരിക്കയാണ് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അമേരിക്ക ചൈനയുടെ ഏറ്റവും വലിയ കടക്കാരനാണ് എന്നുള്ളതാണ്. വർഷങ്ങളായി ചൈനയിൽ നിന്ന് വായ്പ എടുക്കരുതെന്ന് അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് വഴി വിവിധ രാജ്യങ്ങൾക്ക് വായ്പ നൽകി സാമ്പത്തിക ശക്തിയാകാൻ ചൈന ശ്രമിക്കുന്നു. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പരസ്പര വിരുദ്ധമായ ഒരു യാഥാർത്ഥ്യമാണ് കാണുന്നത്. ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് സത്യം. ഇത് അതിൻ്റെ സെൻസിറ്റീവ് സാങ്കേതിക വിദ്യയ്ക്കും സുരക്ഷയ്ക്കും ഒരു അപകട സാധ്യത തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതവർക്ക് ഇതുവരെ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. മാത്രമല്ല ചൈനയിൽ നിന്ന് നിഷ്ക്രിയ വായ്പകളും അവർ എടുക്കുന്നുണ്ട്. ചൈനീസ് സർക്കാർ നേരിട്ട് ആ വായ്പകൾ നൽകുന്നില്ല, മറിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന വഴിയാണ് അവ നൽകുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. കാര്യം വളരെ വ്യക്തമാണ്. ആ വായ്പകൾ യഥാർത്ഥത്തിൽ ചൈനീസ് സർക്കാരിൻ്റെ കീഴിലാണ്, അവരാണത് നൽകുന്നത്. പക്ഷേ അത് പരോക്ഷമായി പുറത്തു വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് വേണ്ടിയാണ് ചർച്ചകളിൽ ഒരു ചൈനീസ് സർക്കാർ ഉദ്യോഗസ്ഥനുമില്ല. എന്നാൽ ഇതിൻ്റെ സ്റ്റേറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് പങ്ക് വഹിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ ഇത് ചൈനയുടെ സ്റ്റേറ്റ് ബാങ്കാണ് നൽകുന്നത് തോന്നും. പക്ഷേ ഇതിന് പിന്നിൽ ചൈനീസ് സർക്കാരാണ്. ചൈന രഹസ്യമായി മിക്ക വായ്പകളും വ്യാജ ബാങ്കുകൾ സൃഷ്ടിച്ച് കേമാൻ ദ്വീപുകൾ, ബർമുഡ, ഡെലവെയർ എന്നിവിടങ്ങളിൽ വ്യാജ ബാങ്കുകൾ സ്ഥാപിച്ച് വായ്പകൾ നൽകുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ചൈന തന്നെ ആ ബാങ്കുകൾക്ക് പണം നൽകുന്നു. എന്നാൽ ആ സ്ഥലങ്ങളിലെ ബാങ്കുകളിൽ നിന്ന് പണം എവിടെ നിന്ന് വരുന്നുവെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. ചോദിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ്? എന്നാൽ വെർജീനിയയിലെ വില്യം ആൻഡ് മേരി കോളേജിലെ ഗവേഷണ ലാബ് സഹായ ഡാറ്റ ആ തുകയുടെ ഉറവിടം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ദരിദ്രരും ചെറുതുമായിട്ടുള്ള രാജ്യങ്ങൾ മാത്രമല്ല, UK, ജർമ്മനി, ഓസ്ട്രേലിയ, നെതർലാൻഡ് ഉൾപ്പെടെയുള്ള മറ്റ് US സഖ്യകക്ഷികളും ആ ബാങ്കിൽ നിന്ന് വൻതോതിൽ വായ്പ എടുക്കുന്നു എന്നതാണ്. അമേരിക്കയും ആ ബാങ്കിൽ നിന്ന് വൻതോതിൽ വായ്പ എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ചൈന സാങ്കേതിക വിദ്യയിൽ സ്വയം മുഴുകിയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള പ്രധാന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം നിയന്ത്രണം നിലനിർത്താൻ കഴിയുമെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് യുദ്ധങ്ങൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നതെന്ന് വൈറ്റ് ഹൗസിൻ്റെ മുൻ നിക്ഷേപ ഉപദേഷ്ടാവായിട്ടുള്ള വില്യം ഹനഗൻ ഇതിനെക്കുറിച്ച് പറയുന്നു. പക്ഷേ നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്ന് വായ്പ എടുത്ത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർത്തടിച്ചിട്ട് നിങ്ങളിത് പറഞ്ഞിട്ട് എന്താണ് ഗുണം എന്നാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.